கட்டி மச்சினி மனசெல்லாம் அம்பு விட்டா மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சன்னா கண்ணடிச்சா தையெல்லும் பிஞ்சி போ மச்சினி தரையில்ல குந்திக்கிட்டா மச்சினி கைலிய கட்டிக்கிட்டு மூலகில கட்டிலே சாஞ்சிக்கிறா போய் மச்சினி குழி தோண்டி தள்ளி போட்டா மச்சினி ஆசைய பேசாமதா என்னையும் மக்கரையில விட்டு போட்டானே மைனர் வெட்டி கட்டி மனசெல்லாம் அம்பு விட்டா வீடு மூளைக்கும் முக்குக்கும் ஓடித்தான் பிடிச்சு வளைஞ்ச இடுப்ப கிளி வப்பா இப்ப சீவி சிங்காரிச்சு அழகானா நின்னால் ஏதாச்சும் சாக்குதா சொல்றா கெட்ட கோவத்தை வச்சுக்கிட்டு கண்டபாடி கட்டி நீயும் அழுதுனுக்கு ஆறுதாலும் தந்த நம்ம சேர்ந்து இதை வச்ச பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட காட்டு பூச்சிதா உன்னை கலங்கடிக்குதா பார்த்தழகி எல்லாம் வைத்து வடிஞ்சு போச்சா விட்டா மூச்சந்தி நின்னு முட்டால என்ன ஆக்குற மைனர் வெட்டி கட்டி மச்சினி மனசெல்லாம் அம்பு விட்டா மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னா கண்ணடிச்சா சோதாம புத்தி இல்ல மச்சாரே சொல்றதும் கேட்பதில்ல மச்சாரே பக்கத்து வீட்டுக்கெல்லாம் பத்தாவாச்சு மொத்தமா செஞ்சு போட்டா வாய்க்கைய கெடுத்துட்டேன் மச்சாரே வந்ததும் அழுதிடுவா மச்சாரே ஏதாச்சும் பேச போனா உன் தங்கச்சி எட்டித்தா ஓடி போவா ராவிங்க என்ன பகலிங்க என்ன கண்ணுள்ள வச்சேதா காப்பானே உன்ன எந்த சோகமும் முன் பக்கம் வந்தா எதிரே நின்னு மோதி வெற்றி கொள்வானே துன்பங்க ஏதும் வந்தா அவனே நெஞ்சுக்குள் பொட்டிக்குவா நீ வைக்கும் பொட்டுக்குள்ள அவனும் வாழ்க்கைய வாழ்ந்துக்குவா ലേറ്റസ്റ്റ് ഹിറ്റ്സിൽ കിട്ടിലൻ സോങ് ആയിട്ടാണ് വന്നത് അല്ലേ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഒക്കെ ആയ ഒരു സോങ് സാരിയെ കൊടുത്ത വലിയ ആളായി പോയി ധ്രുവ അരിച്ചേട്ടൻ കണ്ട ധ്രുവ എങ്ങനെയായിരുന്നു വലുതായി സാരിയൊക്കെ കൊടുത്തു ഓക്കെ നമുക്ക് പാട്ട് ശ്വാസം മുട്ടിട്ട് വയ്യാന്ന് കൊച്ചിന് ലേറ്റസ്റ്റ് ഹിറ്റ്സ് ഇപ്പൊ കൊറേ ഉണ്ടല്ലോ അപ്പൊ അതില് സോങ് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നോ ധ്രുവ മോളെ അങ്ങനെ വെച്ച് കഴിഞ്ഞാ എനിക്ക് ഇച്ചിരി ഗുമ്മുള്ള പാട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു ഇച്ചിരി ഗുമ്മുള്ള പാട്ട് വേണം അത് വലുതായിട്ട് വേണ്ട ഇച്ചിരി മതി ആ സൈസിനനുസരിച്ച് അപ്പൊ നല്ല ഗുമ്മുള്ള പാട്ട് തന്നെ എടുത്തു അല്ലേ ഓക്കെ ഹരിചേട്ടാ ധ്രുവ എന്തോ അടിപൊളിയായിരുന്നു എനിക്കിത് ഇഷ്ടമുള്ളൊരു സോങ് കൂടിയാ ദസറയിലെ എല്ലാ പാട്ടും ഞാൻ കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി ഈ സോങ് ദീ അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട് മോളെ നല്ല രസമായിരുന്നു ആ പാട്ടിന് എന്താണോ വേണ്ട ആ ഒരു ഫീല് കിട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു മൊത്തത്തിൽ ആ ഒരു സ്വിങ് ആ മൊത്തത്തിൽ ആ ഒരു നല്ല എൻജോയ് ചെയ്ത് പാടി മോള് കേട്ടോ അത് നമുക്ക് കിട്ടി ഇവിടെ എല്ലാവർക്കും അത് കിട്ടി ആ ഒരു പ്രസൻസ് ആ പാടിയതും എല്ലാം കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് ആകെ തോന്നിയത് ഇതെല്ലാം ഒരുപോലെ പോയി കുറച്ച് സ്ഥലത്ത് കുറച്ച് എനർജറ്റിക് ആവാം എന്ന് തോന്നി എല്ലാം നന്നായിരുന്നു പക്ഷെ ചില സ്ഥലത്ത് ഒരു കുറച്ചും കൂടി എനർജി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു ആ കണ്ടിന്യൂറ്റി കുറച്ചുകൂടി ഫീൽ ചെയ്തേനെ അനുപല്ലവിയുടെ എൻഡ് ഒന്ന് പാടാവോ கெட்ட கோவத்தை வச்சுக்கிட்டு கண்டவாடி கட்டி நீயும் அழுதுனுக்கு ஆறுதாலும் தந்த நம்ம சேர்ந்து இதை வச்ச பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட காட்டு பூச்சிதா உன்னை கலங்கடிக்குதா பார்த்தழகி எல்லாம் வேத்து வடிஞ்சு போச்சா விட்டாமு சந்தி நின்னு முட்டாள என்ன ஆக்குற നല്ല ലോക്കായിരുന്നു അതിങ്ങനെ പെർക്കഷനും പാട്ടും ഒക്കെ ഒരുമിച്ച് പോയാലേ ആ ഒരു ഇമ്പാക്റ്റ് ഉള്ളൂ
ഇത് നല്ല ചോയ്സും മോക്ക് പറ്റിയൊരു പാട്ടുമായിട്ടാണ് വന്നത്. അതാണ് നിങ്ങളുടെ റൈറ്റ് തിങ് ഈ ഒരു റൗണ്ടിൽ മോക്ക്. ഇതിപ്പം വേറൊരു പാട്ട് ഭയങ്കര ഹ്യൂജ് നല്ല സംഗതിയൊക്കെ ഉള്ള എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പം ഏക്കില്ലായിരുന്നു. പക്ഷെ ധ്രുവയ്ക്ക് പറ്റിയ പാട്ട് ധ്രുവ ചൂസ് ചെയ്തു. ഞാനിത് കണ്ടപ്പോഴേ വിചാരിച്ചു പറ്റിയ പാട്ടാണല്ലോ. നൈസ് ചോയ്സ്. എന്തായാലും നന്നായിരുന്നു മോളെ, നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല, പിന്നെ എഴുതാൻ പറ്റിയൊരു പാട്ടുമല്ല, ഒരുപാടുണ്ട് ഇത്. ഞാനങ്ങ് എൻജോയ് ചെയ്തു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. സൂപ്പറായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഇങ്ങനെ പറയട്ടെ, വല്ല കാര്യമുണ്ടോ നിനക്ക്? വല്ല ആവശ്യമുണ്ടോ നിനക്ക്? പാറു എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ചോദിക്കാൻ. ഓക്കെ ശരത് സർ. ഹായ്, ഹലോ സർ. how are you? எப்படி இருக்க நீ? Great. How about you? தமிழி പറയണം. எப்படி இருக்க? நீ எப்படி இருக்க? நான் நல்லா இருக்கேன். நான் நல்லா இருக்கேன். நீங்க எப்படி இருக்க? തിരിച്ചു ചോദിക്കേ. நீங்க எப்படி இருக்க? நீங்க எப்படி இருக்கு சார்? நீங்க எப்படி இருக்க சார்? நான் நல்லா இருக்கு സാർ. ഞാനിത് ഇടയ്ക്ക് ചോദിക്കും എപ്പടി ഇറക്ക്, നീ അവിടെ ഇറക്കിക്കൊണ്ടിരുന്നു. ഞാൻ വോയിസ് എപ്പോഴും അയക്കുന്നത്. മക്കളെ എന്തോ നല്ല എന്താ പറയുക, നല്ലൊരു ഗുമ്മുള്ള പാട്ട് അവിടെ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ തമിഴായിരുന്നോ എന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഡൗട്ടില്ല. വേറെ എന്തൊക്കെയോ മോള് പറഞ്ഞു, അത് കുഴപ്പമില്ല. അത് ഇത്ര എങ്ങനെ പഠിച്ചു കുഞ്ഞ്? എഴുതി വെച്ചേക്ക. ഞാനൊരു 4 ദിവസം എടുത്തു. 4 ദിവസം കൊണ്ട് പഠിച്ചില്ലേ? വലിയ കാര്യമാണ് മക്കളെ, വലിയ കാര്യം. വെരി ഗുഡ്. ലിറിക്ക് കറക്റ്റ് ആയിരുന്ന കുറേ ഉണ്ട്, കാര്യം ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നല്ല അർത്ഥമുള്ള ലിറിക്കാണ് കേട്ടോ. അത് മോള് കുറച്ചും കൂടെ ശ്രദ്ധയോടെ, കാര്യം ഇത് കണ്ടിട്ടാണ് പേടിയാണ്, അതുകൊണ്ട് നമ്മളത് തിരുത്താൻ പറ്റാത്തത്. അപ്പം അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ചക്കട്ട് അതൊക്കെ നല്ല രസമായിട്ട് പാടി മോള് കേട്ടോ. ഇപ്പം നമ്മൾ ഹരി പാടിച്ചില്ല, അതൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഇത് ആരൊക്കെയാണ് ചെയ്തത് അതൊക്കെ പറ കേൾക്കട്ടെ. ഇത് മ്യൂസിക് ചെയ്തത് സന്തോഷ് നാരായണൻ സാർ. സൂപ്പർ. പിന്നെ ലിറിസിസ്റ്റ് മുത്തമിൽ സാറ്. പിന്നെ പാടിയത് ദീമാമും പിന്നെ അനിരുദ്ധ് ജയചന്ദ്രൻ സാർ. അനിരുദ്ധ് ജയചന്ദ്രൻ, രവിചന്ദ്രൻ. അതേ ഒരു നടനാണ് കേട്ടോ. രവിചന്ദ്രൻ അനിരുദ്ധന്റെ അച്ഛനൊരു നടനാണ്, പഴയ നടനാണ് കേട്ടോ. അനിരുദ്ധ് ആരാന്നറിയാവോ? ആരാ? മ്യൂസിക് കമ്പോസർ. അറിയാം കുഞ്ഞെ. ദീ ആരാണ്? സിംഗർ. അതാരാണ്? സിംഗറാണെന്നറിയാം. സന്തോഷ് നാരായണൻ മോളാണ്. സന്തോഷ് നാരായണൻ സാറിന്റെ അയ്യോ അല്ല അല്ല, പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അല്ല, പിന്നെ ദീമാമിന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് സന്തോഷ് നാരായണൻ. അത് അച്ഛനാണ്. അതെ, അച്ഛൻ. സന്തോഷ് നാരായണൻ ഒരു ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ കമ്പോസറാണ്. എല്ലാ പാട്ടുകളിലും തൻ്റേതായിട്ടുള്ള ഒരു ചുമ്മാ ഒരു പാട്ടല്ലാണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷിൻ്റെ പാട്ടുകൾ എനിക്കും കുറേ ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തോണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം മക്കളെ. ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്, കാരണം നല്ല കമ്പോസറാണ്, വെരി ഗുഡ് കമ്പോസർ സന്തോഷ് നാരായണൻ മക്കളെ. അതുപോലെ മുത്തമിഴും വളരെ മനോഹരമായിട്ട് എനിക്കൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, കാര്യം ആ പ്രൊഡ്യൂസർ എന്നെ പറ്റിച്ച്. അതുകൊണ്ട് അത് ഞാൻ മുത്തമിഴിന് ഉടനെ തന്നെ പേയ്മെന്റ് വാങ്ങിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ റിലീസ് ആവണം. മുത്തമിഴ് സാറിൻ്റെ കൂടെ എനിക്കും ഒരു വർക്ക് റീസെന്റ് ചെയ്യാൻ പറ്റി ചെന്നൈയിൽ. സാറ് റെക്കോർഡിംഗ് സെഷൻ മൊത്തം ഉണ്ടായിരുന്നു. നല്ല മനുഷ്യൻ, ഒരു സ്വീറ്റ് മനുഷ്യനാണ്, വളരെ സ്വീറ്റ് മനുഷ്യനായതുകൊണ്ട് എന്നെ ചീത്ത വിളിക്കാത്ത പൈസ കൊടുക്കാഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ കയ്യിൽ ഇപ്പം അല്ലെന്ന്. അത് പോട്ടെ വാട്ടവർ. അപ്പോൾ മോളെ ഇതേ ഉള്ളടാ, നല്ല ഒരു ഗുമ്മുണ്ടായിരുന്നു. മോളെ പാടിയ ലിറിക്ക് മാത്രം ഒന്നിരുന്ന് കറക്റ്റ് ചെയ്യണം മോളെ കേട്ടോ. അത് ഇത് അങ്ങനല്ല. അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്താൽ ഇപ്പം തമിഴ്നാട്ടിലുള്ള ഇതെല്ലാവരും നമ്മുടെ ഷോ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും അവരെല്ലാം പറയും ഇന്ന കുഞ്ഞ് മറ്റേ കുഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് കുറേ സന്തോഷം. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർ കേൾക്കുമ്പോൾ വല്ല പൊട്ടത്തിട്ടും പാടിയാൽ അവരെന്ത് വിചാരിക്കും? അവർക്ക് വലിയ ഭാഷാസ്നേഹികളാണ് തമിഴർ. അപ്പോൾ അവരുടെ ലാംഗ്വേജ് കുറേയും കൂടെ നല്ല നച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അവരുടെ എല്ലാ ഹൃദയത്തിനകത്ത് കയറിയിരിക്കും മോള്. അതാണ് വേണ്ടത് അല്ലേ? സംഗീതത്തിൻ്റെ ഭാഷയില്ലെങ്കിലും ഭാഷയ്ക്കൊരു ബ്യൂട്ടിയുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കുക. കുഞ്ഞല്ലേ നീ, അതൊന്നും ഒരു ഇഷ്യൂ അല്ല മോളെ. പക്ഷെ എന്നാലും നല്ല ഒരു വളരെ പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് മോളെ. ഐ ലവ് യു ടു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. ഷാനിക്ക ആൾ റെഡി? ധ്രുവമോളെ എന്തോ പൊളിച്ച് പാടടി. താങ്ക് യു സർ. നമ്മൾ പലപ്പോഴും ധ്രുവയുടെ പെർഫോമൻസ് കാണുമ്പോൾ പാട്ടിനനുസരിച്ച് വോയിസ് ഭയങ്കരമായിട്ട് മോഡുലേറ്റ് ചെയ്ത് അത് ആ പാട്ടിന് എന്താണോ വേണ്ടത് അത് അഡാപ്റ്റ് ചെയ്തിട്ട് പാടുന്ന ഒരാളാണ്
ധ്രുവ മോള് അത് അതുപോലെ തന്നെ ഏകദേശം എവിടെയൊക്കെ ഒരു ദീയുടെ ഫ്ലേവർ ഒക്കെ വന്നു നമുക്ക് കേട്ടോ. അസലായിട്ട് പാടി മോളെ. എല്ലാം കഴിയുമ്പോ അവളുടെ സൗണ്ട് വരും താങ്ക് യു. ആ അതല്ലേ എല്ലാം കഴിയുമ്പോ താങ്ക് യു എന്നും പറഞ്ഞു വരും. പിന്നെ ആ അറ്റയറും ആ ഒരു ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം ഈ പാട്ടിന് ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹരി പാടിച്ച ആ ഒരു ഭാഗം ഭയങ്കര രസമായിരുന്നു. கோவத்தை வச்சுக்கிட்டு கண்டபாடி கட்டி நீயமைதின காருதாலு தந்த நம்ம சேர்ந்து இதை வச்ச பேர சின்ன சின்ன வம்ப சொல்லி குப்பை போல நீ தூக்கி போட்ட ஏ காட்டு பூச்சிதா உன்னை கலங்கடிக்குதா பார்த்தழகி எல்லாம் வைத்து வடிஞ்ச போச்சா விட்டா மூச்சந்தி நின்ன முட்டாள என்ன ஆக்குற. അത് കറക്റ്റ് ഗ്രിഡിലാണ് മോള് പാടി. പിന്നെ സമ്മതിച്ചു മോളെ ഇത് മുഴുവൻ പഠിച്ചെടുക്കാന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വലിയ കാര്യം. സൂപ്പർ. സൂപ്പർ മോളെ സൂപ്പർ കേട്ടോ. താങ്ക് യു ഷാനിക്ക. ഓക്കെ ഗുഡ് കമന്റ്സ് അല്ലേ? അപ്പൊ ഇനി മാർക്സ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ചോദിച്ചു നോക്കാം. അത് പ്രതീക്ഷിക്കരുത് മോളെ. കമന്റ്സ് ഞങ്ങൾ ചുമ്മാരെന്ന് പറയും. ഓക്കെ ശരത് സർ. മക്കളെ ചക്കരെ 8.8. താങ്ക് യു ശരത് സർ. ഷാനിക്ക ഞാനൊരു 8.9. സൂപ്പർ. ഹരിച്ചേട്ടാ 8.8 എന്നെ കാണിച്ച്. ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ സോ ടോട്ടൽ 17.7. അടിപൊളി. ഓക്കേടാ ബാക്കി റൗണ്ട്സും നമുക്ക് പൊളിക്കണം.